ഇപ്പോൾ ഇ ഡിയും കേസെടുത്തിരിക്കുകയാണ്. കള്ളപ്പണം തടയൽ നിയമപ്രകാരം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് കേസിലെ എല്ലാവരും ഇ ഡി കേസിലും പ്രതികളാകും. റഹീമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. റഹീം, ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള അറസ്റ്റ് അടക്കം ഒരു നടക്കുന്ന സാഹചര്യമാണ്. SITയുടെ അന്വേഷണം അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇ ഡിയും അന്വേഷണം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാകും ഇ ഡിയുടെ നടപടികൾ ഉണ്ടാകുക? ഈ പറയുന്ന ആളുകളെയൊക്കെ തന്നെ വീണ്ടും ഇ ഡിയുടെ ചോദ്യമുനയിലേക്ക് എത്തിക്കുമോ? എങ്ങനെയാകും നടപടികൾ? സ്വാതി, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി ECIR നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലുള്ള 15 പേർ, ഈ 15 പേരും ഇ ഡിയുടെ ചോദ്യമുനയിലേക്ക് കൂടി നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ N വാസു, A13 അടക്കമുള്ള ആളുകളുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നുള്ളതാണ്. പ്രധാനമായും ഇതിൽ 2 കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ളതും ഒന്ന് ദ്വാരക ശില്പവുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ 2 കേസുകളാണ്. പക്ഷേ ഈ 2 കേസുകളും ഒന്നായിട്ടായിരിക്കും അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇ ഡി ജോയിന്റ് ഡയറക്ടർക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഈ കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തന്നെ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മറുവശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളുമായി ഇ ഡി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR വിവരങ്ങൾ അടക്കം ചോദിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇ ഡി ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് അനുകൂലമായൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇ ഡിക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ SITക്ക് നിർദ്ദേശം വരികയും ഇപ്പോൾ ആ വിഷയത്തിൽ ഇ ഡി കൂടി അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രതികളായ മുഴുവൻ ആളുകളുടെയും സാമ്പത്തിക ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ 15 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഇനിയിപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ആ വശം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള 16ാമത്തെ ആൾ കൂടി ഇത്തരത്തിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി.